ഹലോ ഡിയേഴ്സ്, MAHA ഹിസ്റ്ററിയിലെ MHI-09 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമിനും ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ടാവുള്ളൂ. ഇനി ഫസ്റ്റ് യൂണിറ്റ് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് ടോപ്പിക് വരുന്നത്? നോൺ മോഡേണിസ്റ്റ് തിയറീസ്, മോഡേണിസ്റ്റ് തിയറീസ് ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് യൂണിറ്റിലെ എക്കണോമിക് കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. തേർഡ് യൂണിറ്റിൽ കൊളോണിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്, നാഷണലിസ്റ്റ് വ്യൂ, മാർക്സിസ്റ്റ് അപ്രോച്ച് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഫോർത്ത് യൂണിറ്റ് ദ കാംബ്രിഡ്ജ് സ്കൂൾ ഓൺ ഇന്ത്യൻ നാഷണലിസം, സബാൾട്ടേൺ സ്റ്റഡീസ്. ഇനി സിക്സ്ത് യൂണിറ്റാണ്. ഫിഫ്ത്ത് യൂണിറ്റിലില്ല. വാട്ട് ഈസ് ഇക്കണോമിക് നാഷണലിസം, ഒറിജിൻ ഓഫ് ദി ഐഡിയ ഇക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ, ഏർലി തോട്ട്സ് ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി യൂണിറ്റ് 7th ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൾച്ചറൽ ഐഡിയോളജിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് ഇൻസിപ്പിയൻ നാഷണലിസം. ഇനി യൂണിറ്റ് 8th വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, സ്വദേശി മൂവ്മെൻറ്റ്, ഇമ്പാക്റ്റ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് ഇത്രയാണ്. ഇനി യൂണിറ്റ് 9 ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് മുഴുവനായിട്ട് റീഡ് ചെയ്യുക. ഇനി യൂണിറ്റ് 10th ഗാന്ധി ആൻഡ് ഹിസ് പൊളിറ്റിക്കൽ എക്സ്പെരിമെൻറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക, ഗാന്ധീസ് പൊളിറ്റിക്കൽ ഫിലോസഫി. ഇനി 12th യൂണിറ്റ് ബിഗിനിങ് ഓഫ് ദി ഖിലാഫത്ത് മൂവ്മെൻറ്റും ബാക്ക്ഗ്രൗണ്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. 13th യൂണിറ്റിൽ ബാക്ക്ഗ്രൗണ്ട്, ഏർലി ഡെവലപ്മെൻറ്റ്, ഏർലി ഫൗണ്ട്സ് ഓഫ് ഐഡിയോളജിക്കൽ ഇൻസ്പിറേഷൻ, അതുപോലെ ബിഗിനിങ് ഓഫ് എ ന്യൂ റവല്യൂഷണറി സ്പിരിറ്റ് ഫോർമേഷൻ. ഇനി 14th യൂണിറ്റ് ബാക്ക്ഗ്രൗണ്ട്, എസെൻസ് ഓഫ് സ്വരാജിസം, മേജർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സ്വരാജ് പാർട്ടി. ഇനി 15th യൂണിറ്റിൽ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് കോൺഗ്രസ് മിനിസ്ട്രീസ് അറ്റ് വർക്ക്, യൂണിറ്റ് 17. ഇനി യൂണിറ്റ് 18 റവല്യൂഷണറീസ് ഓൺ ദ ഫ്രിഞ്ചസ് ഓൺ ദി കമാൻഡേഴ്സ് ഓഫ് നാഷണലിസം. ഇനി യൂണിറ്റ് 19 ഇനീഷ്യേറ്റീവ്സ് ഫോർ ഡെമോക്രറ്റൈസേഷൻ ഫ്രം എബോ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ പ്രിൻസിലി സ്റ്റേറ്റ്സ്. യൂണിറ്റ് 20 പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ, അതുപോലെ ക്രിപ്സ് മിഷന്. 21th യൂണിറ്റ് നേച്ചർ ഓഫ് ദി മൂവ്മെൻറ്റ്. പിന്നെ അതുപോലെ 22nd യൂണിറ്റ് പോപ്പുലർ അബ്സർജസ്, സ്ട്രഗിൾ ഓഫ് വർക്കേഴ്സ്, പെസൻസ്, അതുപോലെ പ്രിൻസിലി സ്റ്റേറ്റ്സ്. 23 യൂണിറ്റ് പാകിസ്ഥാൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. 24th യൂണിറ്റിൽ വൈ ഡിഡ് കോൺഗ്രസ് ആക്സെപ്റ്റ് പാർട്ടീഷന്. 25th യൂണിറ്റിൽ വരുന്ന ഡിബേറ്റ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാഷണലിസം ആൻഡ് പെസൻട്രി, അതുപോലെ മാസ് നാഷണലിസം ആൻഡ് പെസൻട്രി, പെസൻറ്റ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ 1930s. ഇതിൽ ഇടയ്ക്ക് ചില യൂണിറ്റ്സുകൾ മറന്നു പോയതല്ല കൊടുക്കാൻ, അത് നമുക്ക് അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, അപ്പോൾ അതിൽ നിന്നൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കൂല, അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. ഇനി 26th യൂണിറ്റ് നാഷണലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് ഇൻ ഏർലി ഫേസ്. അതുപോലെ ഇനി 27th യൂണിറ്റ് ആൻ അസസ്മെൻറ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ടു ദി കോൺഗ്രസ്. 28th യൂണിറ്റിൽ കോൺഗ്രസ് ലെഫ്റ്റ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ലാൻഡ് ലോഡ്സ്. 29th യൂണിറ്റിൽ മൊബിലൈസേഷൻ ഓഫ് വുമൻ ഇൻ ഗാന്ധിയൻ ഫേസ്. 30th യൂണിറ്റ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ദളിത് ഇഷ്യൂസ്, പൂണ പാക്ട് 1932. അതുപോലെ 31st യൂണിറ്റ് കോൺഗ്രസ് ആൻഡ് മുസ്ലിം മൈനോറിറ്റി റിലേഷൻഷിപ്പ്. അതുപോലെ 32nd യൂണിറ്റ് മേക്കിംഗ് ഓഫ് ദി ഗാന്ധിയൻ സ്ട്രാറ്റജി, എസെൻസ് ഓഫ് ഗാന്ധിയൻ സ്ട്രാറ്റജി. അതുപോലെ 33rd യൂണിറ്റിൽ ദ കോൺഗ്രസ് അപ്രോച്ച് ടുവാർഡ് കമ്മ്യൂണൽ പ്രോബ്ലം. ഇനി 34th യൂണിറ്റ് ഇൻട്രൊഡക്ഷന്, അതുപോലെ ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, ഗവൺമെൻറ് ഓഫ് ആക്ട് 1935, ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് 35th യൂണിറ്റിൽ പ്രൊമോഷൻ ഓഫ് സിവിൽ ലിബർട്ടീസ്, അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി, വീക്ക്നെസ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻ. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് മാത്രം റീഡ് ചെയ്ത് പോയാൽ തന്നെ 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സിന് ഒരു 6 or 7 പേജ് എഴുതാൻ ശ്രമിക്കുക. ഇത്രയും ടോപ്പിക്സ് മസ്റ്റായിട്ട് റീഡ് ചെയ്ത് പോവുക. നമുക്ക് ഓരോ പേപ്പറിലും 5 questions ആണ് എഴുതാനുണ്ടാവുക. അപ്പോൾ 5 questionൽ മസ്റ്റായിട്ടും ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ നിന്ന് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇത് മാത്രം റീഡ് ചെയ്ത് പോയാൽ തന്നെ 100ൽ 100 വാങ്ങാൻ കഴിയും. പിന്നെ അതുപോലെ പറയാനുള്ളത് ഓരോ ക്വസ്റ്റ്യനും 6 അല്ലെങ്കിൽ ഒരു 7 പേജെങ്കിലും എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഫോർ അപ്കമിങ് എക്സാംസ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.